അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ വന്നുപോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ഇഷ്ടജനങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരും ഖബർ ജീവിതവും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിലുള്ള വാതിലവരുടെ കബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ അല്ലാഹു മറക്കതു അവരാൽ രചിക്കപ്പെട്ട അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ആദാബുൽ മസാജിദ് എന്നതിൻ്റെ 11ാമത്തെ ഭാഗമാണെന്ന് പാരായണം ചെയ്തത്. മഹാനായ തഴവ ഉസ്താദിന് സ്വർഗത്തിൽ അല്ലാഹു ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരു പള്ളി പണിയുന്നതിന് സഹായിച്ചവരെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുന്നു. ഒരു പള്ളി പലരും ചേർന്നു പണിതാൽ തന്നെയും എല്ലാവർക്കുമുണ്ടോരോരോ ഭവനം അവിടെയും. ഇത് ബിറിയയി നീ നോക്കിയാൽ കാണുന്നതാ 63 വ്യക്തമായി പറയുന്നതാ. ഒരു പള്ളി പണിത് കൊടുത്താൽ സ്വർഗത്തിൽ അവനൊരു ഭവനം കിട്ടും. ഒരു ഭവനം അവിടെ സ്വർഗത്തിൽ ഉറപ്പായി എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു പള്ളി പണിത് കൊടുക്കാൻ പൂർണ്ണമായും ചെയ്തു കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലില്ല. പിന്നെയോ നമ്മുടെ സുഹൃത്തുക്കൾ, കുറേ പേര് കൂടിക്കൊണ്ട് നമ്മുടെ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, സ്നേഹിതന്മാർ, ഉറ്റവർ, ഉടയവർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പള്ളി പണിതാലോ എന്നവർ കൂടെ തീരുമാനിച്ചിട്ട്, കൂട്ടമായി തീരുമാനിച്ച് എല്ലാവരും കൂടെ ഒരു പള്ളി പണിത് കൊടുത്തു. ഓരോരുത്തർ ഓരോ സഹായങ്ങൾ, ഓരോരുത്തർ കഴിവനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്തു. എന്നാലും ആ ഓരോരുത്തർക്കും നാളെ സ്വർഗത്തിൽ ഓരോരോ ഭവനങ്ങൾ, മണിമാളികകൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബിറിയ എന്ന് പറയുന്ന കിതാബിൽ, ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് എന്ന്. മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അല്ല ഒരു പള്ളി ഉണ്ടാക്കുക എന്നത്. അതെന്താ? ഒരു പള്ളി പണിത് കൊടുത്താൽ നമ്മൾ മരിച്ചു പോയി ഖബറിൽ കിടന്നാലും ഖിയാമത്ത് നാൾ വരെയും അതിൻ്റെ കൂലി നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ വരുന്നവർ, അവർ നമസ്കരിക്കുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ദിക്റുകൾ ചൊല്ലുന്നവർ, സ്വലാത്തുകൾ ചൊല്ലുന്നവർ, അതുപോലെ അമലുകൾ, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നവർ എന്ന് വേണ്ട, അവരൊക്കെ ചെയ്യുന്ന പ്രതിഫലം പൂർണ്ണമായും അവർക്ക് കിട്ടുകയും അതിൻ്റെ ഒരു വിഹിതം ഇതിനു വേണ്ടി നിർവഹിച്ച, പള്ളി പണിയുന്നതിന് വേണ്ടി ചെലവഴിച്ചവർക്കും കിട്ടും. അതുകൊണ്ട് നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മൾക്ക് സ്വത്തുണ്ട്, ആവശ്യത്തിന് സ്വത്ത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ പോയാലും ജീവിക്കാനുള്ള സ്വത്തുകൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്നൊരു വിഹിതം ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, പള്ളികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, കോളേജുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ദീനീയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, മദ്രസകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലവഴിക്കണം. നമ്മുടെ ജീവൻ പോയാൽ പിന്നെ കഴിഞ്ഞ്. പിന്നെ നമുക്ക് വേണ്ടി അവർക്ക് ചിലവഴിക്കും, ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കുന്നവർ ചിലവഴിക്കും നമുക്ക് പറയാൻ കഴിയില്ല. സ്വത്തിന് അടികൂടുന്ന കാലമാണെന്ന്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്യുക. എന്നാൽ നാളെ നമ്മൾ ഖബർ കിടക്കുമ്പോൾ അതിൻ്റെ കൂലി നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ ഒരുപാട് ആൾക്കാർ പള്ളി എടുത്തവരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബികൾ നമ്മുടെ നാട്ടിൽ എത്രയോ പള്ളികൾ എടുത്തു കൊടുത്തവരുണ്ട്. ഒരുപാട് ആൾക്കാർ. അതുപോലെ നാട്ടിലുള്ളവർ സംഭാവന നൽകുന്നവരുണ്ട്, സഹായം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിന് കൂലി കിട്ടും. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അപ്പോൾ അതുപോലെ നമ്മൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിവില്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ചൂണ്ടിക്കൊടുത്തുകൊണ്ട് ആരെങ്കിലും അതിനുള്ള സഹായത്തിന് ആൾക്കാരെ നമ്മൾ കണ്ടെത്തി കൊടുത്താൽ അതിൻ്റെ കൂലി നമ്മൾക്ക് കിട്ടും. അപ്പം നമ്മുടെ നാടുകളിൽ പള്ളികളില്ലാത്ത സ്ഥലത്ത് പള്ളി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതിനു വേണ്ടിയുള്ള സഹായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നീ പള്ളി പണിയുന്നെന്നു കണ്ടാൽ സ്വപ്നമിൽ അത് വളരെ ഹൈറുണ്ടാകുമെന്ന ഭാവിയിൽ. കിടന്നുറങ്ങി, രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നത് ഞാനൊരു പള്ളി എടുക്കുന്നുണ്ട് എന്ന്.
എന്നാൽ അത് നിന്റെ ജീവിതത്തിൽ ഖൈറുണ്ടാകും, ഭാവിയിൽ അത് ഖൈറുണ്ടാകും. കുടുംബങ്ങളിൽ ഗുണം ചെയ്യലും നിനക്കുണ്ട്, ഹസിമിന്റെ അടുക്കൽ വിജയവും വരുന്നുണ്ട്. കുടുംബങ്ങളിൽ നിനക്ക് നല്ല ഗുണം കിട്ടും, നിന്റെ എതിരാളിയുടെ അടുക്കൽ നിനക്ക് വിജയം കിട്ടും. തഅ്തീറിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 248 2 വന്നതാ. തഅ്തീർ എന്ന ഗ്രന്ഥത്തിലുണ്ട് ഇതിനെപ്പറ്റി വിശദീകരണം. ആകാശത്തിൽ നിന്നും വരുന്ന വിപത്തുകൾ പരിപാലിക്കുന്നവർക്കില്ല എന്നാ പള്ളികൾ. ആകാശത്തു നിന്ന് വരുന്ന വിപത്തുകൾ പള്ളി പരിപാലനക്കാർക്ക് അള്ളാഹു അവർക്ക് കാവൽ നൽകുന്നതാണ്. പള്ളി പരിപാലിക്കുന്നവർക്ക്, പള്ളിയെ വൃത്തിയാക്കുന്നവർക്ക്, പള്ളിയുടെ കമ്മിറ്റി, അതായത് പള്ളിയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവർ, അപ്പൊ അതൊക്കെ ചെയ്യുന്നവർക്ക് ആകാശത്തുനിന്നുണ്ടാവുന്ന വിപത്തുകൾ അള്ളാഹു അവർക്ക് തടയപ്പെടും. എത്ര ഗുണമാണ് നോക്കിക്കേ, എത്രമാത്രം ഖൈറാണെന്ന് നോക്കിക്കേ. നബി മുസ്തഫ ഇത് വ്യക്തമായി പറയുന്നതാ, 108 അൽബറക്കത്തിൽ കാണുന്നതാ. അപ്പൊ പള്ളി പരിപാലനം ചെയ്യുന്നതിന് അള്ളാഹു പ്രത്യേകമായിരിക്കുന്ന കൂലി നൽകുന്നുണ്ട് കേട്ടോ. പരിപാലനം, പള്ളി പരിപാലനം, അതുപോലെ സ്ഥാപനങ്ങൾ പരിപാലനം ഒക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തണം. അതിൻ്റെ സാമ്പത്തികമായ അച്ചടക്കങ്ങൾ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ സൂക്ഷിച്ചും കണ്ടും പെരുമാറണം. ചിലരുണ്ട് വർഷങ്ങൾ വരെ പഠിക്കും, കണക്കുമില്ല കാര്യമില്ല, കുറേ പള്ളിക്ക് ചിലവാക്കും, അതുപോലെ സ്ഥാപനങ്ങൾക്ക് ചിലവാക്കും, കുറേ അവരും എടുത്തു വിഴുങ്ങും. അങ്ങനെയുള്ളവർക്ക് ഖബറിൽ കിടക്കാൻ പറ്റൂല കേട്ടോ. ഖബറിൽ സമാധാനമായിട്ട് കിടക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. പള്ളിയുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും പണം വിഴുങ്ങിയവർ, അടിച്ചു മാറ്റിയവർ, സംഘടനയുടെ പൈസ അടിച്ചു മാറ്റിയവർ, അവർക്കൊന്നും ഖബറിൽ സുഖമായിട്ട് കിടക്കാമെന്ന് കരുതേണ്ട. എത്ര ഹജ്ജ് ചെയ്താലും സ്വീകരിക്കത്തുമില്ല. ഹാജി എന്നുള്ള പേര് കിട്ടും ഭൗതിക ലോകത്ത്, അവർ ഹജ്ജ് എന്നുള്ള സ്വീകരിക്കുകയുമില്ല. അങ്ങനെ ദാനധർമ്മം കട്ടെടുത്തവർക്കും അതുകൊണ്ട് മുട്ടടിച്ചവർക്കും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവർക്കും സംഘടനയുടെ പൈസ കൊടുക്കാത്തവർക്കും അതൊന്നും അവർ ഹജ്ജും സ്വീകരിക്കില്ല, ഇബാദത്തുകളും സ്വീകരിക്കില്ല. മനസ്സിലാക്കിക്കോളി. പള്ളി പരിപാലനം നല്ലതാണ്, പക്ഷെ നോക്കിക്കണ്ട് ചെയ്തോണം. അള്ളാഹുവിൻ്റെ ഭവനമാണ്, അള്ളാഹുവിൻ്റെ മസ്ജിദാണ്, അവിടെ കിട്ടുന്ന പണങ്ങൾ സൂക്ഷിക്കണം. അടിച്ചു മാറ്റുന്ന ഓരോരോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ, ആരാധനാലയങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റുന്നവർ, വളരെ സൂക്ഷിച്ചോണം. പള്ളികളെയും മറ്റും സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നവർക്ക് നാളെ സമാധാനത്തിൽ ഖബറിൽ കിടക്കാൻ പോലും പറ്റൂല എന്നുള്ളതും ചിന്തിച്ചു നോക്കുക. ആകാശത്തിൽ നിന്നും വരുന്ന വിപത്തുകൾ പരിപാലിക്കുന്നവർക്കില്ല എന്നാ പള്ളികൾ. നീ കുറ്റിരുട്ടിൽ പള്ളിയിൽ പോകുന്നതും സ്വർഗം വുജൂബാക്കുന്നതാ നടക്കുന്നതും. കുരാക്കുരിട്ട് വെട്ടവും വിളിച്ചൊന്നുമില്ല, എന്നാലും പള്ളിയിൽ പോവാ, ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോവാ. എന്നാ നീയും മനസ്സിലാക്കിക്ക, സ്വർഗം നിനക്ക് നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അള്ളാഹു നിനക്ക് സ്വർഗം നൽകും. പള്ളിയിൽ കൂരാക്കൂരി ഇരുട്ടൽ ആരുമാരുമില്ല, ഒറ്റയ്ക്ക് പോവുക പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നമുക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യണം. മരിച്ചാൽ സുജൂദ് നീ ചെയ്തതായ സ്ഥലം ലക്ക, കരയുന്നതും കൂടാതെ മസ്അദു അമലിക്ക. എന്താ പറഞ്ഞത്? മരിച്ചാൽ സുജൂദ് നീ ചെയ്തതായ സ്ഥലം ലക്ക, കരയുന്നതും കൂടാതെ മസ്അദു അമലിക്ക. നീ എത്ര പള്ളികളിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ടുണ്ട്, ആ സുജൂദ് ചെയ്ത സ്ഥലങ്ങളൊക്കെ നിനക്കാണ്, നിനക്കുള്ളതാണ്. ആ സ്ഥലങ്ങൾ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ആകാശത്തിൽ നിന്റെ അമല് കയറുന്ന സ്ഥലത്തും നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും കരയുന്നതുമാകുന്നു. നോക്കുക, നമ്മൾ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും സുജൂദ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ നാളെ നമുക്ക് വേണ്ടി അനുകൂലമായി നിൽക്കും. ഭൂമിയിൽ ആകാശത്തിൽ
നിന്റെ അമലുകൾ കയറുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടി അവർ ദുആ ചെയ്യും, കരയുന്നതാണ്. അതുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കുക, പള്ളികൾ ഉണ്ടാക്കുക. ഫമാ ബക്കത്ത് മുതൽ മുൻലരിൻ വരെ റബ്ബുന, പറയുന്നതും ചിന്തിച്ച് എന്ത് അലിയുന എന്ന് അലിയുന. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരു പള്ളി പണിത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പള്ളി പണിയുന്നതിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു, എന്നാൽ അതിന് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്, വണ്ണമായതാണ്, വളരെ പരലോകത്ത് ഗുണം കൂടുതൽ കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിനുള്ള സഹായങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുക, എന്നാൽ നമുക്ക് അതിൻ്റെ കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരു ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവർക്കും അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിനും ഒരുപാതിലുള്ള ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായ ഓർമ്മ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും കൊടുത്ത് നല്ല മക്കളായി വളരാൻ തോന്നി കൊടുക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അത്തരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ആജിലായ കാമിലായ ശിഫകൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കാവലും കരുണയും നൽകട്ടെ. ആകാശഭൂമിയിൽ നിന്നുണ്ടാകുന്ന വിപത്തുകളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യുവാനും, നല്ല ദിവസത്തിൽ നല്ല സമയത്ത്, വെള്ളിയാഴ്ച രാവിലെയോ വെള്ളിയാഴ്ച പകലോ, മരണം ഖൈറാകുന്ന സമയത്തിൽ മദീനയിൽ മരണപ്പെടുവാനും ജന്നത്തുൽ ബഖീഇൽ ഖബറങ്ങാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.